ഡീമൺ സ്ലെയർ സീസൺ 1 എപ്പിസോഡ് 3. ഈ എപ്പിസോഡിൽ ടാൻജിറോ സക്കോഞ്ചിയുടെ കീഴിൽ പരിശീലനം തുടങ്ങുന്നു. ടാൻജിറോയ്ക്ക് ഡീമൺ സ്ലെയർ ആകാൻ ആവശ്യമായ കഴിവുകൾ നേടേണ്ടതാണ്. വാളിന്റെ നിയന്ത്രണം, ശരീരത്തിന്റെ ബാലൻസ്, ശ്വാസോച്ഛ്വാസ തന്ത്രങ്ങൾ തുടങ്ങി കടുത്ത പരിശീലനം അവൻ അഭ്യസിക്കുന്നു. ടാൻജിറോ വളരെ വേഗം മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ അവന്റെ മനസ്സിലെ ഉറച്ച മനോവീര്യം പരിശീലകനെ ആകർഷിക്കുന്നു. അവന്റെ സഹോദരി നെസുക്കെ ആകട്ടെ കണ്ടിന്യൂസായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും എഴുന്നേൽക്കാത്ത നെസുക്കയെ കണ്ട് ടാൻജിറോ ഭയക്കുന്നു. പക്ഷേ അവൾ ഉറങ്ങുന്നതിലൂടെ അവൾക്ക് ആവശ്യമായ എനർജി അവൾ സ്വീകരിക്കുന്നു. അങ്ങനെ അവസാനം സക്കോഞ്ചി ടാൻജിറോയെ ഒരു വലിയ പാറയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ആ പാറയെ മുറിച്ച് 2 കഷ്ണങ്ങളാക്കിയാൽ മാത്രമേ അവൻ ഫൈനൽ സെലക്ഷനിൽ പങ്കെടുക്കാൻ യോഗ്യനാകൂ എന്ന് സക്കോഞ്ചി പറയുന്നു. സക്കോഞ്ചി അവനെ തനിച്ചാക്കി പോകുന്നു. 6 മാസത്തോളം ആ പാറയെ മുറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനത് സാധിക്കുന്നില്ല. ഒരു ദിവസം ഒരു ഫോക്സ് മാസ്ക് ധരിച്ച സാബിറ്റോ എന്ന ചെറുപ്പക്കാരൻ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ടാൻജിറോ ദുർബലനാണെന്ന് പറഞ്ഞ് സാബിറ്റോ അവനെ വെല്ലുവിളിക്കുന്നു. അവർ തമ്മിൽ പോരാടുന്നു. പക്ഷെ ടാൻജിറോയ്ക്ക് സാബിറ്റോയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നീട് മെക്കോമോ എന്ന മറ്റൊരു പെൺകുട്ടിയും അവന്റെ മുൻപിൽ വരുന്നു. അവൾ ടാൻജിറോയെ ശരിയായ രീതിയിൽ ശ്വാസം ഉപയോഗിച്ച് പോരാടാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ടാൻജിറോ സാബിറ്റോയെ വീണ്ടും വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ ടാൻജിറോ സാബിറ്റോയോട് നടത്തിയ കടുത്ത വാൾ പോരാട്ടത്തിൽ ടാൻജിറോ വാളിന്റെ കരുത്തോടെ അടിച്ചപ്പോൾ സാബിറ്റോയുടെ മാസ്ക് പൊട്ടിക്കപ്പെടുകയും അവിടെ ഒരു അത്ഭുതം സംഭവിച്ചതുമായി സൂചന നൽകുകയും ചെയ്യുന്നു.